മേലെ എന്റെ ഫോണിൽ വിളിച്ച നിന്റെ കൈയും കാലും വെട്ടോടാ പട്ടി. ആ വൈരാഗ്യത്തില അയാൾ വന്ന ഹോട്ടൽ പൂട്ടിയത് എന്ന് കരുതി അയാള് കൊഞ്ചാനും കുഴയാനും വരുമ്പോ നിന്ന് കൊടുക്കാൻ പറ്റൂ ശാരികേച്ചി? ശാരദാമ്മയുടെ മക്കളെ പറ്റി അയാൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നെ? പഴയ ആ കെട്ടുറപ്പൊക്കെ പോയി ശാലിനി. ശാരദാമ്മയുടെ കുടുംബം ഇപ്പോ ഒരു നാഥനില്ലാത്ത കപ്പല. അച്ഛനെ ജാമ്യത്തിലിറക്കാൻ 2 ലക്ഷം രൂപ വേണമെന്നും ബാലചന്ദ്രന്റെ അല്ല ഏത് പിശാചിന്റെ അടുത്തു നിന്നും കടം വാങ്ങാമെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടത് അമ്മയാ. അച്ഛൻ വീട്ടിൽ താമസം തുടങ്ങിയേക്കുമെന്ന് തോന്നിയപ്പോ അതേ അമ്മ തന്നെ തെരുവിലേക്ക് ഇറക്കി വിട്ടു. അച്ഛൻ പുറത്തു നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിനൊരു വലിയ ബലമായിരുന്നു. അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴാ അതിന്റെ വില അറിയുന്നേ. ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ എന്നും തുണയായി കൈപിടിച്ച് നിൽക്കുമെന്ന് കരുതിയ രാജീവ് സാറും തള്ളിക്കളഞ്ഞു. സാറിനെ ഞാൻ കുറ്റം പറയില്ല, ആണുങ്ങൾ അങ്ങനെയാ. സ്നേഹിക്കുന്ന പെണ്ണിനെ കുറിച്ച് മനസ്സിലെ സംശയത്തിന്റെ ചെറിയൊരു തീപ്പരി വീണാ മതി എല്ലാം പൊട്ടിത്തെറിക്കാനും കുടുംബം തന്നെ തകർന്ന് തരിപ്പണമാകാനും. നമ്മുടെ ശ്യാമയ്ക്കൊരു പ്രശ്നം വന്നപ്പോ അച്ഛനും രാജീവ് സാറും വിഷ്ണുവേട്ടനും എല്ലാവരും കൂടി ചേർന്ന് ഇന്ന് ഒരു കോട്ട പോലെയാ അതിനെ ചെറുത്തത്. പക്ഷെ ഇപ്പം കുടുംബശ്രീക്കോ ശാരദാമ്മയ്ക്കോ മക്കൾക്കോ ഒരു പ്രശ്നം വന്നാ ചോദിക്കാൻ ആരോ ഉള്ളത്? ഇന്ന് കുടുംബശ്രീ ഹോട്ടലിൽ പൂട്ടിയിട്ടിട്ട് ഇറച്ചിക്കടയുടെ ബോർഡ് വെച്ചിട്ട് പോയി അവൻ. നാളെ ഇനി അതിന് തീ വെച്ചെന്നും വരാം. ശാരദാമ്മയും മക്കളെയും കഴുത്തിന് പിടിച്ച് തെരുവിലേക്ക് തള്ളിയെന്നും വരാം. കൂട്ടത്തിൽ ഒരെണ്ണം വഴി കിടന്ന് ചത്തെന്നും വരാം. ചോദിക്കാനോ സംരക്ഷിക്കാനോ ആരാ ഉള്ളത്? ശാരികേച്ചി, എന്റെ ഭർത്താവ് എല്ലാം തികഞ്ഞ ഒരാണാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. വിഷ്ണുവേട്ടന്റെ പേര് കേട്ടാ മതി, പിന്നെ നിങ്ങളെ ആരെയും തൊടാൻ പോലും ധൈര്യപ്പെടില്ല ഒരുത്തിനും. അത് പണ്ടല്ലേ ശാലിനി. സത്യാമ്മയുടെ മകനാണെന്നുള്ളൊരു ഭയം അന്ന് വിഷ്ണു എന്നോട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്നും വിഷ്ണുവേട്ടൻ അതേ അവസ്ഥയായിരുന്നെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിനെതിരെയോ അവിടുത്തെ പെണ്ണുങ്ങൾക്ക് നേരെയോ ഒന്ന് കണ്ണുയർത്തി നോക്കാൻ പോലും ഒരുത്തനെങ്കിലും ധൈര്യപ്പെടുമായിരുന്നോ? നമുക്ക് നോക്കാം വിഷ്ണുവേട്ടൻ എന്താ ചെയ്യാൻ കഴിയാന്ന്. മോളെ, ഞാനൊരു പരാതി പറയാനൊന്നും വന്നതല്ല. എന്റെ മനസ്സിലെ സങ്കടങ്ങള് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയാ. അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശ്യാമയെ ദ്രോഹിക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ രാജീവ് സാറ് കൂടി വാടക വീട് ഉപേക്ഷിച്ച് അവിടെ താമസമാക്കിയത് മുതല് അവളെന്നെ ഒരു ശത്രുവിനെ പോലെയാ കാണുന്നേ. അവളുടെ കയ്യിലുള്ള വിലപ്പെട്ട ഏതോ മുതല് അപഹരിക്കാൻ വന്നതുപോലൊരു സംശയം. അതിന്റെ കുത്തുവാക്കുകളും പ്രശ്നങ്ങളും എപ്പോഴും ഉണ്ട്. ഞാനേ അവളോടൊന്ന് സംസാരിക്കാൻ ശാരികേച്ചി. അതൊന്നും ശരിയാവില്ല ശാലിനി. ഇനി നിന്നോട് കൂടി അവള് പിണങ്ങണ്ട. ചേച്ചി, നിങ്ങൾ തൽക്കാലം ഇതിലൊന്നും ഇടപെടണ്ട. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയില് ബാലേന്ദ്രന്റെ ഒന്നും കാര്യം കൂട്ടിയാ കൂടുന്നതല്ല. നമ്മുടെ അച്ഛന്റെ പണം മോഷ്ടിച്ചിട്ടാണെങ്കിലും അവൻ കയറി വല്ലാതങ്ങ് വളർന്നു. ഇതെന്റെ വിധിയാണെന്ന് ഞാനങ്ങ് സമാധാനിച്ചോളാം. ശാരികേച്ചി, പിന്നെ വേറൊരു കാര്യം, ബാലചന്ദ്രന്റെ പേര് പറഞ്ഞ് രാജീവ് സാറ് മടങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ശാരദാമ്മയായി കുടുംബശ്രീ ഹോട്ടലിന്റെ ഒരു കോണിൽ കരിക്കട്ടയാവാൻ ഈ ശാരിക കിട്ടില്ല. കിണറും കായലും കുളവും നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടല്ലോ. ചീത്തപ്പേര് കൊണ്ട് ചീന ജീവിക്കുന്നതിനേക്കാൾ ഒറ്റയടിക്കങ്ങ് തീരുന്നതാ നല്ലത്. ശാരികേച്ചി, എന്തോ ഞാനൊരു തമാശ പറഞ്ഞതാടി. ഇപ്പോ ശാരികയുടെ ജീവിതത്തില് എല്ലാം ഒരു തമാശയാ. എന്റെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനിടയില് മോളെ ഒന്ന് നോക്കാൻ പോലും സമയം കിട്ടിയില്ലല്ലോ. മോളെ വാ. നീയും പെണ്ണാണല്ലേ? നമ്മുടെ നാട്ടില് പെണ്ണായിട്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ മോളെ.
പോട്ടെ മോളെ. കമലന്റെ ഒപ്പം ഞാൻ 1-2 വട്ടമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോഴും ഇവിടെ ഇങ്ങനെയാണോ? ചെളിയൊക്കെ കൂടിക്കഴിഞ്ഞ് മഴ പെയ്ത എല്ലാ മില്ലിലും ഇങ്ങനെയാ ശാലിനി. ചുറ്റിനും പൊടിയല്ലേ. ആരെ കാണാനാ? സൂപ്പർവൈസറെ. അയാള് പുറത്തോട്ട് പോയിരിക്കുകയാണല്ലോ. ജോലി സമയത്ത് പുറത്തൊന്നും പോവാറില്ലെന്നാണല്ലോ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പുറത്തേക്ക് എങ്ങാനും പോകുന്നു ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഏയ്, അങ്ങനെ വിളിക്കുന്ന പതിവൊന്നുമില്ല. ഹലോ. ജോലി സമയത്ത് ഞാൻ വിളിച്ചാൽ തന്നെ തിരക്കാന്നും പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്ത് കളയും. ഭക്ഷണം കൊണ്ടുവരാത്തോണ്ട് ഇനി പുറത്തെങ്ങാനും ഫുഡ് കഴിക്കാൻ പോയി കാണോ ശാലിനി? ഏയ്, വിഷ്ണുവേട്ടനിപ്പോ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്ന പതിവൊന്നുമില്ല. എങ്കിൽ വീട്ടിൽ വന്ന് കഴിക്കാന്ന് കരുതി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ? ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഇവിടെ സൂപ്പർവൈസറെന്നോ തൊഴിലാളിന്നൊന്നുമില്ല. എല്ലാരും എല്ലാ ജോലിയും ചെയ്യും. ഇന്നിപ്പോ ഒരാളുടെ കുറവുണ്ടായിരുന്നേ, അപ്പം ഞാനൊന്ന് സഹായിച്ചു എന്ന് മാത്രം. വിജിലേ, എനിക്കെന്റെ ഭർത്താവിനോട് തനിച്ചൊന്ന് സംസാരിക്കണം. ചെയ്തത് തെറ്റാണെന്നാണ് ഇയാൾ പറയുന്നത്. പത്രോച്ചായന്റെ ഡ്രൈവറായിട്ട് ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടാ കമലിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അതിനൊക്കെ വേറെ ആളായി കഴിഞ്ഞെന്ന്. പിന്നെ
ലോഡ് എടുക്കാൻ ഇവിടെ ഒരാളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ അതങ്ങ് വിട്ടുകളയാൻ തോന്നിയില്ല. പണത്തിന് ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് കാശ് ഇവിടുന്ന് അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മില്ലിൽ എന്ത് ജോലിയാന്ന് ഇയാൾ ചോദിച്ചപ്പോ സൂപ്പർവൈസർ എന്നേ നാവില് വന്നുള്ളൂ. എടോ, ഇയാള് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. എന്നിട്ട് ഞാനിപ്പോ സന്തോഷത്തിലാണെന്നാണോ വിഷ്ണുവേട്ടന്റെ വിചാരം? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമല്ല വിഷ്ണുവേട്ട. വിഷ്ണുവേട്ടന്റെ ഭാര്യയുടെ മനസ്സ് കണ്ടില്ല, അത് കാണാനുള്ള മനസ്സ് കാട്ടിയില്ല. ശാലിനി, സത്യമ്മയുടെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ നമുക്കൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. ഇനി ആരുടെയും സഹായം സ്വീകരിക്കാതെ ജീവിക്കണമെന്ന്. അതുകൊണ്ടാ എന്റെ വീട്ടിലേക്ക് പോലും പോവാതിരുന്നത്, അല്ലേ? എന്നിട്ട് എനിക്കൊരബദ്ധം പറ്റി. നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ശാരികേച്ച് നിർബന്ധിച്ചേൽപ്പിച്ച ഒരു സ്വർണ്ണവള വാങ്ങി ഞാൻ പണയം വെച്ചുപോയി. അത് നമ്മുടെ മോള് പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിട്ടാ. എന്നിട്ട് അതറിഞ്ഞപ്പോ വിഷ്ണുവേട്ടൻ എന്നോട് എത്രയാ ദേഷ്യപ്പെട്ടെന്നും പിണങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? അന്ന് വിഷ്ണുവേട്ടൻ എന്നോട് പറഞ്ഞു, നമുക്കിടെ രഹസ്യങ്ങളൊന്നും പാടില്ല, നമ്മുടേത് ചെറിയൊരു ലോക, അവിടെ ഒളിവും മറവും ഒന്നും വേണ്ടെന്ന്. അപ്പൊ മുതല് ഈ നിമിഷം വരെ ഞാനത് പാലിച്ചിട്ടുണ്ട്. വസുമതി ആന്റി മോൾക്ക് പണം കൊണ്ടുവന്ന് കൊടുത്തപ്പോ അക്കാര്യവും ഞാൻ വിഷ്ണുവേട്ടനോട് പറഞ്ഞു. അത് അവരുടെ കൊച്ചുമോൾക്ക് കൊടുത്ത പണോ? വിഷ്ണുവേട്ടനെ വിളിച്ച് വേണമെങ്കിൽ എനിക്കത് അല്പാൽപ്പായി അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ തീരുമാനിച്ചത് എന്റെ ഭർത്താവിന്റെ അധ്വാനം കൊണ്ടുള്ള ആർഭാടമൊക്കെ മതി അവൾക്കെന്നാ. ഭർത്താവിന്റെ അമ്മ ഔദാരിയായ ഒരു പേഴ്സ് വെച്ച് നീട്ടിയപ്പോ അവരോട് ഞാൻ പറഞ്ഞതും അത് തന്നെയാ. ശാലിനി, പക്ഷെ എന്റെ മനസ്സിൽ ആ സങ്കല്പങ്ങൾ അഹങ്കാരം എല്ലാം ഈ നിമിഷം ഉടഞ്ഞു ചെതറിപ്പോയി വിഷ്ണുവേട്ട. എന്നെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചുള്ളൂ. അതിന് പകരം വിഷ്ണുവേട്ടൻ എന്നോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞെന്നെ എന്റെ ഭർത്താവ് അന്തസ്സായിട്ട് കൂലി വില ചെയ്ത കുടുംബം പുലർത്തുന്നേന്ന്. കക്കാനും മോഷ്ടിക്കാനും ഒന്നും പോയില്ലല്ലോ എന്ന് പരിഹസിക്കാൻ എത്തുന്നവരുടെ മുഖത്ത് നോക്കി ആട്ടി വിട്ടേനെ ഞാൻ. ശാലിനി, സത്യ വിഷ്ണുവേട്ട, എനിക്ക് അഭിമാനേ ഉള്ളൂ വിഷ്ണുവേട്ടൻ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നതിന്. ഏട്ടത്തമ്മ മില്ലിലോ? അല്ല, അപ്പൊ ആശൻ സൂപ്പർവൈസർ അല്ലേ? ഓ, ആ ജയരാമൻ എന്ന മില്ലിലില്ലാത്ത നന്നായി. ഞാനായിട്ട് എന്റെ ഭാഗം കുറയ്ക്കണ്ട. എടി ചേച്ചി, നീ ഉണ്ടോ അവിടെ? അശാനെ, കമലൻ,
ആശാനെ ആ ആശാൻ അവിടെ റൊമാൻസില സൂപ്പർവൈസർ ഇല്ലാത്തതുകൊണ്ട് അവിടെ തൊഴിലാളികളൊന്നും കുഴപ്പമില്ല. ദേ കമല ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. ഒന്നങ്ങോട്ട് വെച്ചു കൊടുക്ക് ശാലിനി. ഇവൻ തന്നെയായിരിക്കും എല്ലാത്തിന്റെ പിന്നിൽ. അല്ലാതെ ഇത്രയും കുരുട്ട് ബുദ്ധിയൊന്നും വിഷ്ണുവിനുണ്ടാവെന്നും തോന്നുന്നില്ല. അല്ല എന്താ സംഭവം? സൂപ്പർവൈസറിന്റെ കഥ പൊളിഞ്ഞു. ഇവള് കാരണം ഒരിക്കലും അത് ഉറപ്പാ. അതിന് നീ എന്നോട് പറഞ്ഞായിരുന്നോ വിഷ്ണുവിന്റെ ഇവിടെ ചുമടെടുപ്പാ ജോലിയെന്ന്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശാലിനിയും കൂട്ടി ഇവിടെ വരുമായിരുന്നോ? ഓ സമാധാനം സമാധാനം. എപ്പോ മുതലാടാ നീ സമാധാനവാദിയായത്? എപ്പോ മുതലാന്ന്? അതിന്റെ കാരണമൊക്കെ നിനക്ക് വൈകാതെ മനസ്സിലാവും. എന്തോ പൈസ ചെലവാവുന്ന കാര്യമാണല്ലോ. എന്താന്ന് പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല. ദേ കമല, സംഗതി എന്താന്ന് നീ പറഞ്ഞില്ലെങ്കിലേ ആര് ചത്തെന്ന് പറഞ്ഞാലും ഞാൻ 10ന്റെ പൈസ തരില്ല. എടി ചേച്ചി, ഇത് നമ്മള് പൈസ അങ്ങോട്ട് ചെലവാക്കേണ്ട കാര്യമല്ല, മറിച്ച് ഇത് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യമാ. ഓ ആ ഇത് തന്നെയാ നീ എപ്പോഴും പറയുന്നേ. ആ എന്നാ ഇത് അങ്ങനെയല്ല. 2,22,222 രൂപ കിട്ടും. അതും ചുമ്മാ. ആ എത്ര 2,22,222 രൂപ ഒലക്ക കിട്ടും. ഇത് ചുമ്മാ പറയുന്നതല്ല, ഇതുള്ളതാ. ഓ പിന്നെ എടി ചേച്ചി, നമ്മൾ ഈ കാല് ചവിട്ടി നിൽക്കുന്ന ഈ മില്ലാണ് സത്യം. ഈ മില്ലിന്റെ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് ഒരു സൈക്കിൾ റേസ് നടത്തുന്നുണ്ട്. അതിലൊന്നാമതെത്തുന്ന ആൾക്കുള്ള പ്രൈസ് മണിയാ ഈ തുക. നീ പോയി അങ്ങ് വാങ്ങിച്ചോ. പക്ഷെ ഒരു തടസ്സമുണ്ട്. പുതിയൊരു സൈക്കിൾ വാങ്ങണം. വാങ്ങിച്ചോ. അത് വേറൊരു തടസ്സമുണ്ട്. കാശില്ല. അതൊരു പുതിയ കാര്യമല്ലല്ലോ. നീ ഒന്ന് മനസ്സ് വെച്ച. ആ ഇനി മനസ്സേ വെക്കാനുള്ളൂ, പണയം വെക്കാൻ ഒരു പണമിട പൊന്നില്ല. അപ്പോ അലമാര നിന്റെ ഒടിഞ്ഞുപോയ ഒരു മുട്ട് കമലില്ലേ? നീ ഒന്ന് പോയേ കമല അവിടുന്ന്. നമ്മുടെ വീട്ടിൽ ആകെയുള്ള ഒരു പൊന്നിന്റെ തരിയാ അത്. നീ ഒന്ന് വീടങ്ങോട്ട്. നീ ഒന്നും പറയണ്ട. ചേച്ചി നിക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. ചേച്ചി നല്ല രസമുണ്ടല്ലേ ഒരു ആങ്ങളെയും പെങ്ങളും. അല്ല ഇയാളെന്താ പതിവില്ലാതെ മില്ലില്? വിഷ്ണുവേട്ടൻ ഇന്ന് ഉച്ചഭക്ഷണം എടുക്കാൻ മറന്നല്ലോ. അത് ഞാൻ കൊണ്ടുതരാന്ന് വിചാരിച്ചു. ഓ പിന്നെ ശാരികേച്ചി ഇന്ന് വീട്ടിൽ വന്നിരുന്നു. ചേച്ചി ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. നമ്മള് അറിയാത്ത ചില കാര്യങ്ങള്. ഗോപാലകൃഷ്ണനെ ഈ അവസ്ഥയിലാക്കിയ ആളോട് തന്നെ അയാളെ ജാമ്യത്തിൽ ഇറക്കാനുള്ള പണം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് മാനസികമായൊരു ബുദ്ധിമുട്ട് തന്നെയാ. പക്ഷേ വേറെ വഴിയില്ല ശാരദാമ്മേ. സൂര്യശലഭം ബാലേന്ദ്രനല്ല, ഏത് പിശാചിന്റെ കയ്യിൽ നിന്നാണെങ്കിലും എനിക്ക് ഗോപാലേട്ടനെ പുറത്തിറക്കണം. കാശ് ഈ മുദ്രപത്രത്തിൽ ഒരു ഒപ്പിട്ടേക്ക്. അതിന്റെ അടിയിലെ മൊബൈൽ നമ്പർ കൂടെ എഴുതിക്കോ. പിന്നെ നിന്റെ മൊബൈലിന് ഫ്രണ്ട് ക്യാമറ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? സ്നേഹമേകം പാതി പെയ്തും പാതി മാഞ്ഞും ഈകനായി കേഴുന്നു സൂര്യ. ഒരാഴ്ച കാലാവധിയിലും പണം പലിശ സഹിതം തന്നു തീർക്കാമെന്ന് ശാരിക മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ളതാ. കാറ്റിലെന്ത് പുള്ളി നിൽപ്പു പാവമീ കോലങ്ങൾ. ബാലേന്ദ്രൻ അവനാണ് ഇപ്പോഴത്തെ പ്രശ്നം അല്ലേ? അതെ വിഷ്ണുവേട്ടാ.
കുടുംബശ്രീയിൽ ഇപ്പൊ ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നുള്ള ധൈര്യം അവന്. അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാന്നേ. ചെറിയൊരു ട്രീറ്റ്മെന്റ് ആവശ്യമല്ലേ ഉള്ളൂ. അടിയുടെ ഫലം അണ്ണൻ തമ്പിയും ചെയ്യില്ല എന്നല്ലേ? നീ ഇപ്പോ രോഹിത്തിന്റെ വീട്ടിലല്ലേ? അതറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? എന്നെ കൊല്ലാൻ നോക്കിയപ്പോഴല്ലേ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? പ്രീതി കോമയിലാണെന്ന് വിചാരിച്ച് ഞാൻ എന്തൊക്കെ അബദ്ധങ്ങൾ അവളോട് പറഞ്ഞത്. മണ്ടത്തരായിപ്പോയി. ഞാൻ നിന്നോടൊരു സ്വകാര്യം പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേട്ടോണം. നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. ഈ പരിസരത്താണെങ്കിൽ ഇപ്പൊ ആരുമില്ല. വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് നിന്നെ കൊല്ലാം. ഞാൻ ഇത്രയും സമയം ഇവിടെ എന്ത് ചെയ്യായിരുന്നു എന്ന് ആലോചിച്ച് കിടക്കായിരിക്കും നീ ഇപ്പോ. ദാ നിന്റെ കുറച്ച് ആഭരണങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, മാല, വള, കമ്മൽ, അതൊക്കെ ഞാൻ ഇങ്ങെടുത്തേക്കാം. ഇത് വെച്ച് എനിക്ക് തൽക്കാലത്തേക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഞാൻ ചെയ്തു കൂട്ടിയെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവളൊന്നും മിണ്ടാൻ പാടില്ല ആരോടും. പക്ഷേ അവളെ നിശബ്ദയാക്കണമെങ്കിൽ വീണ്ടും ആ വീട്ടിൽ കയറി പറ്റണമല്ലോ. ആ വായി നോക്കി വീണ്ടും വരുവാണല്ലോ. ശാരദാമ്മയുടെ മക്കളോട് ബാലേന്ദ്രൻ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? പച്ച മലയാളത്തിൽ പറഞ്ഞ അവരിലൊരു നോട്ടമുണ്ട്. ഇതിനുള്ള മറുപടി പറയുകയല്ല, പ്രവർത്തിച്ച് കാട്ടിയിട്ട് വരാം സുസ്മിതേ. ശാരദാമ്മയ്ക്കും മക്കൾക്കും കാര്യമായിട്ട് എന്തോ പണി കൊടുത്ത ലക്ഷണമുണ്ട്. സുസ്മിക്കുട്ടി, സുസ്മിക്കുട്ടി, സുസ്മിതേ, സുസ്മിതയല്ലേ പറഞ്ഞത് എനിക്ക് ശാരദാമ്മയുടെ മക്കളോട് ഒരു സോഫ്റ്റ് കോർണർ ആണെന്ന്? ഈ പലിശയും കാലാവധിയൊന്നും ഇല്ലാതെ 2 ലക്ഷം രൂപ ശാരികയ്ക്ക് കൊടുത്തത് അവളോടുള്ള മോഹം കൊണ്ടാണെന്ന്. എന്നാലിപ്പോ നടന്നത് എന്താണെന്ന് കേട്ടോ? അത് പൊളിച്ചല്ലോ. അത് മാത്രമല്ല, വേറെ ചെറുതുകൂടെ ഉണ്ട്. നീ എന്താ പറഞ്ഞ? ഇനി നിനക്ക് ഫോൺ ചെയ്താ എന്റെ കൈയും കാലും വെട്ടുവന്നു. ഞാൻ ഇവിടെ ഉണ്ടാകും, നിന്റെ കൺമുന്നിൽ. ഇവിടെ ഇട്ട് ഞാൻ ആടിനെയും പോത്തിനെയും കാളയും വെട്ടും. ഗതികേട് വരുമ്പോ നീയും ഇറങ്ങി വരും. നിന്നെയും വെട്ടി ഇറച്ചി വിലക്ക് തൂക്കി വെക്കും ഞാൻ.
വേറെന്താ ബാലേന്ദ്ര? അത് ഞാൻ പറഞ്ഞ ശാരികയും ഞാൻ വീഡിയോ കോൾ വിളിച്ച് ശല്യം ചെയ്തതും അവൾ എൻ്റെ മുഖത്താട്ടിയതും പറയേണ്ടി വരും. ഇവൾക്ക് പിന്നെയും സംശയവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വേണ്ട. പറയ് ബാലേന്ദ്ര. അതൊന്നും ഇല്ലെന്നേ, അതൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞേക്ക്. ശാരികയെ സംബന്ധിക്കുന്ന എന്തോ ആണെന്ന് മനസ്സിലായി. സുസ്മിതേ, ഇനി ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാന്ന് കരുതണ്ട. സുസ്മിത പറഞ്ഞ എല്ലാ ഉപാധികളും സമ്മതിച്ച് വന്നിരിക്കുക ഞാൻ. അതിന് ഞാൻ ഒഴിഞ്ഞു മാറിയെന്ന് ആര് പറഞ്ഞു? അയ്യോ, എന്നാ വാ. എന്റെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ട് ഉണ്ട് കോവളത്ത്. ഒരു മീൻ കുഞ്ഞു പോലും അറിയാതെ അവിടെ പോയി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്കിഞ്ഞ് പോരാം. അതെന്തിനാ ബാലേന്ദ്ര ഇപ്പൊ കോവളത്തൊക്കെ പോകുന്നേ? സുസ്മിത പിന്നെ ഒഴിഞ്ഞു മാറുവാണോ? അതല്ലെന്നേ, അവിടെ വരെ പോകുന്നത്ര സമയം കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെന്ന ബാലേന്ദ്രന് ഞാൻ എത്രയും പെട്ടെന്നൊരു സമ്മാനം തരണ്ടേ? സത്യം സത്യം.